ഹായ് ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ വീട് പണി നടക്കുന്നുണ്ടല്ലോ, ആ വീട് പണി നമുക്ക് എന്തായി കുറേ പേര് ചോദിക്കാറുണ്ട്. കമൻ്റായിട്ടും ലൈവിലായിട്ടാണെങ്കിലും കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട് പണിൻ്റെ അപ്ഡേഷൻ ആയിക്കോട്ടെ അടുത്ത വീഡിയോ എന്ന് ചെയ്യാൻ കേട്ടോ. കാരണം ഞാൻ ഇപ്പം ഈ വർക്ക് ഞാൻ അടുത്ത എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ പോവുള്ളൂ. ഏട്ടനാണ് അധികം പോവാറ്. അപ്പം വീട് പണി നല്ല സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ വാർപ്പ് വരെ എത്തി കേട്ടോ. മെയിൻ വാർപ്പ് വരെ എത്തി. ഇവിടം വരെ എത്തിയപ്പോഴേക്കും നമ്മുടെ പരുവെല്ലാം ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പം മെയിൻ വാർപ്പ് കഴിഞ്ഞു. അപ്പം തന്നെ നമുക്ക് താഴെ നിലം കോൺക്രീറ്റ് ചെയ്യില്ലേ, അതും നടന്നിട്ടോ. അപ്പം ഇപ്പോൾ ഏകദേശം സമയം ഒരു 10-10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രത്തോളം ആയിട്ടോ. രാവിലെ നേരത്തെ വന്നവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ മേലെയുള്ള ഭാഗം ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ താഴെ നിലം കോൺക്രീറ്റും കൂടെ ചെയ്തായിരുന്നു. 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു കോമൺ ബാത്റൂമാണ് എടുത്തിരിക്കുന്നത്. അത് മൂന്നും ബാത്റൂമിൻ്റെത് ഈ പറഞ്ഞ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, നിലം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ റൂമും പിന്നെ ഹാളൊക്കെ നിലം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 10-17 പണിക്കാരുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 12:30 ആകുമ്പോഴേക്കും ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ ഇവർ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ചെറിയ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിഞ്ഞു പോയി. നമുക്ക് പിന്നെ എവിടെ പോയാലും ഒരു വീക്ക്നെസ് ആണല്ലോ ഈ ബിരിയാണി. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തായിരുന്നു. അവർ കഴിച്ചില്ല. രാവിലെ പൊറോട്ട കഴിച്ചുകൊണ്ട് അവർക്ക് അത്ര വേണ്ടി വന്നില്ല. അതിനുശേഷം ഞാനും ലേശം കഴിച്ചു. അപ്പോഴൊക്കെ സമയം 12-1 മണിയായി. അവരും ഫുഡ് കഴിച്ച് അവർ പണി സാധനങ്ങളും പിന്നെ അവരുടെ കൂടെ ഉണ്ടായ കുറച്ച് പേരൊക്കെ ഈ വണ്ടി തന്നെ അങ്ങോട്ട് പോയിട്ടോ. ഇനി കുറച്ച് ദിവസം ഗ്യാപ്പുകൾക്ക് ശേഷം ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളുടെ നെക്സ്റ്റ് പണി തുടങ്ങും. അതുവരെ റെസ്റ്റാണ്. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ ബൈ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ. ഇപ്പോഴൊക്കെ ഹായ് പറയാനായിട്ട്. അപ്പം ഇനി അടുത്ത പണി തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത അപ്ഡേഷൻ തരാം. ഓക്കെ അതുവരെ ബൈ.